ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമൊന്നും ഇല്ല. ഡ്യൂറന്റ് കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മുംബൈ സിറ്റി എഫ് സ്കൂൾ പിള്ളേരെ പഞ്ഞി കിട്ടും, പിന്നെ സാർദ്ധ സൈനികരെ അതായത് മിലിറ്ററി പോലീസിനെ പഞ്ഞിക്കിട്ട് വിടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ബലത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് പ്രവേശനം നേടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഗ്രൂപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യമായിട്ടുള്ള വെല്ലുവിളികളൊന്നും ഇല്ലായിരുന്നു. ആകെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു വെല്ലുവിളി സെറ്റാവാതിരുന്ന പഞ്ചാബ് സിറ്റിയാണ്. 1-1 സമനിലയുമായിട്ട് രക്ഷപ്പെട്ടു പോകാനാണ് പറ്റിയത്. അന്ന് പെപ്ര അങ്ങനെ ഒരു മൂവ് നടത്തി ആ ഒരു ഫിനിഷ് നടന്നില്ലായിരുന്നെങ്കിൽ അയമം വഴി ബ്ലാസ്റ്റേഴ്സ് അന്ന് തോറ്റേനെ. ഇനിയിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് യഥാർത്ഥ വെല്ലുവിളികൾ വരികയാണ്. കാരണം ക്വാർട്ടറിന് കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായിട്ട് വരുന്നത് ചില്ലറക്കാരല്ല. 9 ടീമുകൾ ഏതായാലും ക്വാർട്ടർ ഫൈനലിനോട് അടുത്ത് നിൽക്കുകയാണ്. ആ ടീമുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, പഞ്ചാബ് എഫ് സി, ഇന്ത്യൻ ആർമി, ബോഡോലാൻഡ്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഒഡീഷ എഫ് സി, ഷില്ലോങ് ലജോങ്, എഫ് സി ഗോവ എന്നിവരാണ് ആ 9 ടീമുകൾ. അതിനകത്ത് 3 ഒഴികെ ബാക്കിയെല്ലാം ISL കളിക്കുന്നവർ തന്നെയാണ്. ആ 3 എന്ന് പറഞ്ഞാൽ ഷില്ലോങ് ലജോങ്, ബോഡോലാൻഡ്, പിന്നെ നമ്മുടെ ഒരു ആർമി ടീം മീൻസ് സർവീസസ് ടീം, ഈ 3 ടീമുകൾ ഒഴികെ ബാക്കി 6 ISL ടീമുകൾ തന്നെയാണ്. ഈ എടുത്ത് പറഞ്ഞ നമ്മൾ ഇന്ത്യൻ ആർമി, ഷില്ലോങ് ലജോങ്, ബോഡോലാൻഡ് ഈ 3 ടീമുകൾ ISL ക്ലബ്ബുകൾ അല്ലെങ്കിൽ പോലും ഗ്രൂപ്പ് ഘട്ടത്തിൽ വമ്പന്മാരെ അട്ടിമറിച്ച ചരിത്രം ഇവർക്കുണ്ട്.